അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഇതുപോലൊരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് മിസ്റ്റർ സനൂപിനോടും ഡയറക്ടർ റൈറ്ററൊക്കെ സനൂപിനോടും നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ഷിജു, അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്ട് ഡിസൈനർ മിസ്റ്റർ സുധൻ, അപ്പോൾ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും, പ്രേമേട്ടൻ, അതുപോലെ തന്നെ അസീസ്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും, തുഷാര, നമ്മുടെ ബാലാജി, ഒരുപാട് പേരുണ്ട്. അതുപോലെ അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും പ്രത്യേകം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, സോറി. ഈ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. വേട്ടയുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി ഇതുപോലുള്ള നല്ല സിനിമകൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉള്ള ശ്രമങ്ങളുണ്ടാവും. നിങ്ങൾ പ്രേക്ഷകരാണ് എപ്പോഴും നമ്മളോടൊപ്പം വേണ്ടത്. അപ്പോൾ ഈ സിനിമയ്ക്ക് നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനത്തിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും എല്ലാം ആയിരം നന്ദി പറയുന്നു. ഇതുപോലൊരു ചെറിയ സിനിമ 25 ദിവസം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. സിനിമ കാണാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ എല്ലാവർക്കും നമ്മുടെ ആശംസ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം വന്നത്. ചെറിയൊരു സിനിമയുടെ 25 ദിവസം ആഘോഷിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാവും. വളരെ വലിയ രീതിയിൽ മുന്നോട്ട് രണ്ടാം ഭാഗം ഉണ്ടാവും. രണ്ടാം ഭാഗത്തിന് സർപ്രൈസ് 50 കോടി രണ്ടാം ഭാഗത്തിന്റെ സസ്പെൻസ്. കൊലപാതകി ഞാനാണ്. അടിപൊളിയാവട്ടെ. 50 കോടി അടിക്കട്ടെ. എല്ലാ വിജയം. സന്തോഷ ദിവസത്തിൽ ഈ സന്തോഷ ദിവസത്തിൽ ഒരു ദുഃഖം എന്ന് പറയാം. നമ്മുടെ ഈ സിനിമ അത്രയും നല്ലൊരു സിനിമ. സത്യം പറഞ്ഞാൽ ജനങ്ങളിൽ ഒരുപാട് എത്തിയിട്ടില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ദുഃഖം. കാരണം ഇത് കണ്ട എല്ലാവരും കണ്ട നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ പടം എന്താണ്. നല്ലൊരു പടമായിരുന്നു. പക്ഷേ ഇനിയും ഇങ്ങനെയുള്ള പടങ്ങൾ എത്താൻ വേണ്ടി നിങ്ങളും കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള 25-ാം ദിവസത്തിലല്ല വരേണ്ടത്. നിങ്ങൾ ഈ പടത്തിൻ്റെ തുടക്കമേ വന്ന് ഞങ്ങളെ പ്രോത്സാഹിക്കണം, ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണം, സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളിലെത്തിക്കണം. എന്തായാലും ഇപ്പോഴും തിയേറ്ററിൽ ഇത് ഓടുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഷാജു ചേട്ടൻ ആഴ്ച പൊളിച്ച് നല്ലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി ഇതിൻ്റെ നല്ല സിനിമകൾ ഇറങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. ശരിക്കും ഒരു എന്താണ് ഒരു വലിയ വിജയത്തിൻ്റെ ഒരു നിമിഷം. ഈ ഒരു സിനിമയുടെ അറിയാം നമുക്കൊരു ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആ സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നു. ഇത് കണ്ട പ്രേക്ഷകരെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നടങ്കം ഒരേ അഭിപ്രായമാണ്. അത് ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു എന്നാണ് അവരെല്ലാം പറയുന്നത്. സിനിമ തീർച്ചയായിട്ടും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തേണ്ടതുണ്ട്. അത് ഇനിയും അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും നല്ല സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണട്ടെ. ഇത് കൂടുതൽ വിജയങ്ങളിലേക്ക് ഈ സിനിമ എത്തട്ടെ. ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. എല്ലാ ആശംസകളും ഈ സിനിമയുടെ ടീമിന് മുഴുവൻ ഈ സിനിമയ്ക്ക്. ഒരു പ്രൊഡ്യൂസറാണ് തീർച്ചയായിട്ടും സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ഉണ്ട്. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ. അത് നമ്മൾ നടനും അല്ല നടനുണ്ടെന്ന് പ്രൊഡ്യൂസർ തീർച്ചയായിട്ടും ക്യാമറ വേണം. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ ഒരു സംവിധായകൻ എല്ലാവരെയും നമ്മുടെ പിന്നെ ഇതിൻ്റെ ആ ടീം മുഴുവൻ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എല്ലാ ആശംസകളും. OTT-യിൽ വരുമ്പോൾ സിനിമ തിയേറ്ററിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് തിയേറ്ററിൽ ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണുക. OTT-യിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ചർച്ചയാവും എന്നുള്ളതിന് ഒരു
സംശയം. ഒരു നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ശിഷ്യനുണ്ട്. ഈ സിനിമ നമ്മളിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട നന്ദി. ബാക്കിറങ്ങിയ എല്ലാവരും ഒന്ന് പിടിക്കാമെങ്കിൽ ഓരോ കൈ ഒരു കത്തി ഇവിടെ കൊടുക്കാം. അത് മുറിക്കണം. ചേട്ടാ ഫോണ് താത്തേക്കോ മുറിക്കണ്ട. ചേട്ടാ ഫോണൊന്ന് താത്തേക്കോ. Wonderful film. C.A.D. രാമചന്ദ്രൻ. ചേട്ടാ വിളിക്കുന്നുണ്ട്. അത്